കോഴിക്കോട് നിന്ന് അനീഷ് കൂടി ചേരുന്നു. അനീഷ്, ആരാധകർ അവിടെയും അർജന്റീന ആരാധകരായിരിക്കും കൂടുതലുണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ സങ്കടത്തിന്റെ കനവും അവിടെ തന്നെയായിരിക്കുമല്ലോ കൂടുതൽ. അനില, അങ്ങനെ വേണം. അർജന്റീന ആരാധകരെ സംബന്ധിച്ചോളം ഇന്ന് അത്ര നല്ല ദിവസമല്ല. ഇന്ന് അവർക്ക് സങ്കടത്തിന്റെ നിരാശയുടെ ദിവസമാണ്. നമുക്ക് പുറകിൽ കാണുന്നതാണ് കോഴിക്കോട്ടെ ആരാധകർ. അതെല്ലാം അർജന്റീന ആരാധകരാണ്. അവരെല്ലാം വലിയ നിരാശയിലാണ്. മോനെ, എന്ത് പറ്റി നമ്മുടെ അർജന്റീന ടീമിന്? അർജന്റീന തീരെ അറ്റാക്ക് പോയിട്ടില്ല. ഫുള്ള് ഡിഫൻഡ് ഭയങ്കര സേഫ് ആയിട്ട് കളിച്ചു. പക്ഷെ പ്രശ്നമില്ല, സ്പെയിനിൽ നമ്മളുടെ ബാർസലോണന്റെ പ്ലേയേഴ്സ് തന്നെ, അതുകൊണ്ട് പ്രശ്നമില്ല. സമാധാനം. സങ്കടത്തിലാണോ? മിക്സ്ഡ് എമോഷൻസ് രണ്ടും. സങ്കടത്തിലാണോ ഇന്ന്? സങ്കടമാണോ? ഞാന് സ്പെയിനാ എന്റെ ആളാണ്. അപ്പൊ ഇത് സന്തോഷത്തിന്റെ ദിവസമാണ്. സന്തോഷം. വിജയം പ്രതീക്ഷിച്ചിരുന്നോ? അർജന്റീന പോലെ ടീമിനോട് ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ഒരു സ്പെയിന്റെ ആരാധകനാണ്. നമ്മൾ കുറച്ചു മുമ്പ് ലൈവ് ചെയ്തപ്പോഴും ഈ സ്പെയിൻ ആരാധകൻ വലിയ ആവേശത്തിലായിരുന്നു. എന്തോന്ന് കളി കഴിഞ്ഞപ്പോ? ഇത് നമ്മൾ ഇതുവരെ കണ്ട മാച്ചപ്സിൽ ഏറ്റവും വൺ സൈഡഡ് മാച്ച് ആയിരുന്നു. അർജന്റീന ഫൈറ്റ് ബാക്ക് ചെയ്യാൻ നോക്കി, ബട്ട് സ്പെയിൻസ് ഓരോ വാസ് ടു സ്ട്രോങ്. ഫെറാൻഡ് ഓരോ വാസ് ടു സ്ട്രോങ്. നമ്മൾ കം ബാക്ക് അങ്ങനെ വേഗം അടിച്ച്. there was a few missed chances, but I'm happy that ഇപ്പോൾ ലോകകപ്പിൽ പുരസ്കാരദാന ചടങ്ങ് പുരോഗമിക്കുകയാണ്. അതായത് സെലിബ്രേഷൻ സെറിമണി അല്ലെങ്കിൽ സെറിമണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ച ഗോൾ കീപ്പറായി ഉനായ് സിമോൺ തിരഞ്ഞെടുക്കുന്നു. 8 മത്സരങ്ങളിൽ വഴങ്ങിയത് 1 ഗോൾ, 7 ക്ലീൻ ഷീറ്റ് നേടിയ ഉനായ് സിമോൺ അർഹിച്ച കരങ്ങളിൽ തന്നെ എത്തുന്നു. ഈ ടൂർണമെന്റിന് എത്തുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മികച്ച ഗോൾ കീപ്പറേയും ലാലിഗയിലെ മികച്ച ഗോൾ കീപ്പറേയും കാഴ്ചക്കാരനാക്കിയാണ് ഉനായ് സിമോൺ സ്പാനിഷ് ടീമിന്റെ ഗോൾ കീപ്പറായി, മികച്ച 1-ാം നമ്പർ ഗോൾ കീപ്പറായി വരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് എന്തുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നതിന് ഉത്തരം തന്നെ. ഇപ്പോൾ ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയിരിക്കുന്നത് റോഡ്രി ആണെന്ന് ഗോൾഡൻ ബോൾ ആണോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ പുരസ്കാര നിർണയം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ പുരസ്കാര ചടങ്ങും അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്പാനിഷ് താരങ്ങൾ പുരസ്കാരങ്ങൾ ഒന്നൊന്നായി അടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലമീൻ യമാൽ അല്ല, പൗ കുബാർസിയാണ്. ഡിഫൻസിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ച പൗ കുബാർസി ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. റോഡ്രി, അദ്ദേഹത്തിന് പുരസ്കാരമുണ്ട്. അത് ഗോൾഡൻ ബോൾ പുരസ്കാരം അത് റോഡ്രിക്കാണ്. റോഡ്രി സ്പാനിഷ് നായകൻ, അവരെ വമ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അങ്ങനെ സ്പാനിഷ് നായകൻ ആ വലിയ പുരസ്കാരം നേടുന്നു. ലിയോണൽ മെസ്സിക്ക് ഒരിക്കൽ കൂടി കിട്ടുമോ? ഒരുപക്ഷെ കിരീടം നേടിയിരുന്നെങ്കിൽ ലിയോണൽ മെസ്സിക്കായിരുന്നു ആ ഗോൾഡൻ ബോൾ കിട്ടേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ സാധ്യതകളിൽ മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ റോഡ്രി കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കാഴ്ചവെച്ചത് എന്തൊരു പ്രകടനമായിരുന്നു, ഗംഭീര പ്രകടനം. എന്തുകൊണ്ട് അദ്ദേഹം മികച്ച ബാലൻഡോറിനൊക്കെ തന്നെ നേരത്തെ പരിഗണിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബാലൻഡോർ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്സിന്റെ ഭാഗമല്ല, അദ്ദേഹം അർഹിച്ചത് കൊണ്ട് തന്നെയാണ് നേടിയതെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് സ്പാനിഷ് നായകന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അങ്ങനെ സ്പാനിഷ് താരങ്ങൾ പുരസ്കാരങ്ങളെല്ലാം തൂത്തുവാരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗോൾഡൻ ബോൾ സ്വന്തമാക്കുന്നു റോഡ്രി, മികച്ച യുവതാരമാകുന്നു പൗ കുബാർസി, മികച്ച ഗോൾ കീപ്പറായി മാറുന്നു ഉനായ് സിമോൺ. ലിയോണൽ മെസ്സി സങ്കടമാണ്. ലിയോണൽ മെസ്സി ചിരിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. ലിയോണൽ മെസ്സിയെ ബാഴ്സ താരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലാമാസിയയിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന താരങ്ങളൊക്കെ തന്നെ കടന്നു വരുന്നു. അർജന്റീന ടീം അവരുടെ റണ്ണറപ്പ് പ്രൈസ് സ്വന്തമാക്കാനാണ് വരുന്നത്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മെസ്സിപ്പടയ്ക്ക് നിരാശയാണ്. അപ്പോൾ മെസ്സിപ്പട വെള്ളി മെഡൽ എന്ന് വേണമെങ്കിൽ പറയാം, സിൽവർ മെഡൽ വാങ്ങി മടങ്ങുന്നു. കഴിഞ്ഞ തവണ സ്വർണത്തിന്റെ തിളക്കമായിരുന്നു ഖത്തറിൽ. വലിയ സന്തോഷമായിരുന്നു. മെസ്സിയോടെയൊക്കെ തന്നെ ആ കിരീടം ഏറ്റുവാങ്ങുന്ന കാഴ്ചയൊക്കെ തന്നെ ഒരു സിനിമാറ്റിക് എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്തവണയില്ല. ലിയോണൽ മെസ്സിയും സംഘത്തിനും കിരീടം നിലനിർത്താവുന്ന ടീമായി, 3ാമത്തെ ടീമായി മാറാൻ സാധിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.